ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ ഗോശേനിലേക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവൻ്റെ അടുക്കൽ മുമ്പിട്ടയച്ചു. ഇങ്ങനെ അവർ ഗോശേർ ദേശത്ത് എത്തി. യോസഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശേനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യോസേഫിനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട് കനാൻ ദേശത്തു നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നറിയിക്കും. അവർ ഇടയന്മാരാകുന്നു, കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകരാകുന്നു എന്ന് പറയും. എന്നാൽ നിങ്ങൾ ഗോശേനിൽ പാർപ്പാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രയീമ്യർക്ക് വെറുപ്പല്ല.